ധ്യാൻ ശ്രീനിവാസന്റെ ഒരു സിനിമ വരുന്നുണ്ട്. പക്ഷേ ധ്യാൻ ശ്രീനിവാസന് കാര്യമായിട്ടുള്ള റോളൊന്നും ഇല്ലെന്ന് തോന്നുന്നു, ചെറുതായിട്ടേ ഉള്ളെന്ന് തോന്നുന്നു. ഒമർ ലുലു ആണ് ഇതിന്റെ ഡയറക്ഷൻ, പ്രൊഡക്ഷൻ എബ്രഹാം മാത്യു, പിന്നെ സ്ക്രീൻ പ്ലേ ഡയലോഗ്സ് സാറൻ ജയപ്രകാശ് ഇവരാണ് ചെയ്തിരിക്കുന്നത്. ബാഡ് ബോയ്സ്. ബാഡ് ബോയ്സ് കണ്ടിട്ട് എനിക്ക് ടർബോയുടെ ഒരു കാറ്റടിച്ച പോലെ ഉണ്ടായിരുന്നു. ഇതിന്റെ ടീസർ കണ്ടു. ഈ അടുത്ത് തന്നെ റിലീസാവും തോന്നുന്നു, ഓണത്തിന് റിലീസാവും തോന്നുന്നു. എന്നാലും ടീസർ കണ്ടിട്ട്, പക്ഷെ ബാബു ആന്റണി ഉണ്ട്, പിന്നെ നമ്മുടെ എവർഗ്രീൻ സ്റ്റാർ എന്നാണ് പുള്ളിനെ വിളിക്കുന്നത്. ഇപ്പോൾ പുള്ളിക്ക് തന്നെ ഇട്ട പേരാന്ന് തോന്നുന്നു, സരോജ് കുമാർ എന്ന് പറയുന്ന പോലെ എവർഗ്രീൻ സ്റ്റാർ റഹ്മാൻ. ആണെങ്കിലും ടീസർ കണ്ട് നല്ല രസമുണ്ട്. ആൻഡപ്പൻ, ജിൻഡപ്പൻ, ചക്കര, അനൂപ് ഇവരൊക്കെയാണ് ഇതിന്റെ മെയിൻ ആൾക്കാരെന്ന്. അപ്പൊ അതിനകത്ത് നമ്മുടെ ഹരിശ്രീയാണ് പള്ളിയിലച്ഛൻ, പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. തലയടിച്ചു പൊളിക്കുക ആൻഡപ്പേട്ട. ആൻഡപ്പേട്ടന്റെ ലുക്ക് കണ്ടപ്പോഴാണ് എനിക്ക് ടർബോയും മറ്റേ നമ്മുടെ മമ്മൂക്കയുടെ അതുപോലെ കോപ്പി അടിച്ചു വെച്ചിരിക്കുകയാണ് റഹ്മാൻ. എന്താ ഇത്, കുറച്ചെങ്കിലും മാറ്റി പിടിച്ചുകൂടെ? കുറച്ച് താടിയെങ്കിലും നീട്ടി വളർത്തായിരുന്നല്ലേ. അതേ ലുക്ക്. എവർഗ്രീൻ സ്റ്റാർ എന്ന് പറയുന്നത് കുറച്ചൊക്കെ അത് മമ്മൂക്കൊക്കെ ചേരുക, ഇയാൾക്കൊന്നും ചേരില്ല. എന്തൊക്കെ പട്ടം കൊടുക്കുമല്ലേ അയാൾക്ക് മമ്മൂക്ക. ആൻഡപ്പൻ അതാണ് പുള്ളി. ടിനി ടോം ഒക്കെ ഉണ്ട്. ടിനി ടോം ആണ് സിഗരറ്റ് ഒക്കെ കത്തിച്ചു കൊടുക്കുന്നത്. മൊട്ടരാജേന്ദ്ര ഉണ്ട്. പിന്നെ നമ്മുടെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന വിഷ്ണു ജോഷി എങ്ങനെയോ മൊട്ടരാജേന്ദ്രന്റെ കൂടെ ഒരു ഫ്രെയിമിൽ വരുന്നുണ്ട്. ഇവരുടെ ഗ്രൂപ്പാണോ വേറെ ഗ്രൂപ്പാണോ എന്ന് അറിയില്ല. എന്താണേലും വിഷ്ണു ജോഷിക്ക് വിഷ്ണുവിനൊരു ബ്രേക്ക് കിട്ടിയല്ലോ, അത് സന്തോഷമുണ്ട്. പുള്ളി കുറെ കഷ്ടപ്പെട്ട് പാടുവിട്ട് വന്ന പയ്യനാണ്. നല്ല കുറച്ച് ജാടയാണ്, എന്നാലും കഴിവുള്ള സ്ഥലത്ത് ഒരു ജാടയൊക്കെ ഉണ്ടാവുമല്ലോ, നമുക്ക് അംഗീകരിക്കാം. പടം ഈ റഹ്മാന്റെ ലുക്ക് കണ്ടിട്ടാണ് എനിക്ക് ചിരി വരുന്നത്. ഫുൾ അതേ ലുക്ക് അങ്ങനെ കോപ്പി അടിച്ച് വെച്ചിരിക്കുക. മമ്മൂക്കയുടെ അതേ ഷോർട്ടായിട്ടുള്ള ഹെയറും താടിയും ആ മുണ്ടും. ഡിസ്കോ പുള്ളിയുടെ പഴയ പാട്ട് പിഷാരടിയൊക്കെ ഉണ്ട് ഇതിനകത്ത്. എന്താണ് ഉമ്മറുടെ കഥ എന്നാണ് മനസ്സിലാവാത്ത. ഒമർ ലുലു എന്താണേലും കുറെ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുറെ സ്പൂഫായിട്ടുള്ള ട്വിസ്റ്റൊക്കെ ആയിരിക്കും. പടം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. പടം നല്ല ഒരു കോമഡി ആയിരിക്കും തോന്നുന്നു. അങ്ങനെ അടുത്ത് തന്നെ റിലീസ് ചെയ്യും, കാണാം നമുക്ക് പടം എങ്ങനെ ഉണ്ടെന്ന്. റിലീസാവുമ്പോൾ പോയിട്ട് ധ്യാൻ ശ്രീനിവാസൻ ഉണ്ടല്ലോ, ഫെയിലിയറിന്റെ ഒരു കുമ്പാരമാണ് പുള്ളിയുടെ സിനിമകൾ എന്നാ പറയുന്നത്. പുള്ളി രസമാണ്. സർവൈവർ എന്ന് പറയാൻ പറ്റില്ല, പുള്ളിക്ക് ആ പേരുള്ളതുകൊണ്ട്, ശ്രീനിവാസന്റെ മകൻ എന്ന് പറയുന്ന ആ പേരുള്ളതുകൊണ്ടും, പിന്നെ പുള്ളിക്ക് ഒരു ക്യാരക്ടറും ഉണ്ട്, പുള്ളിക്ക് ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആണെങ്കിലും ഈ പടം ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞ ആരെങ്കിലും ക്ലബ്ബ് വെക്കോടെ? ഏത് കാലത്താണ് ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞ ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നു? അതിനൊരു ബോർഡും തൂക്കിയിട്ടുണ്ട്. അതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. പടത്തിന്റെ ഈ ട്രെയിലർ ടീസറിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ പഴയ ടാറ്റ സൂമോയും അത് ഇതൊക്കെ ബെൻസും ഒക്കെ വന്നും പോയൊക്കെ ഉണ്ട്. എന്താണേലും ഓൾ ദ ബെസ്റ്റ് ടു ബാഡ് ബോയ്സ്. ഒമർ ലുലു കുറെ കാലമായിട്ട് കുറച്ച് പ്രശ്നങ്ങളിലൊക്കെയാ ആശാൻ. എന്താണേലും ഇതോടെ പ്രശ്നങ്ങളൊക്കെ തീരുമായിരിക്കും അല്ലേ.